ആ റോഡിനോടുള്ള കടമകൾ നിങ്ങൾ നിറവേറ്റണമേ സഹാബത്തെ. റോഡിലൂടെ നിങ്ങൾക്ക് ഇരുന്നേ പറ്റുള്ളൂ, അവിടെ പരിസരത്ത് ഇരുന്നേ പറ്റുള്ളൂ, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ വഴിയോടുള്ള ഹക്കുകൾ നിറവേറ്റണം. ഉടനെ കാലോ സഹാബത്ത് ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, വഴിക്കും ഒരു ബാധ്യതയുണ്ടോ നബിയേ? റോഡിന് ഒരു കടമയുണ്ടോ നബിയേ? ഉണ്ടോ? റോഡിനും ഒരു കടമയുണ്ടോ? റോഡിനും ഒരു കടമയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയാണ്, നഅം, റോഡിനും കടമകളുണ്ട് മുസ്ലിം സഹോദരാ. നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല റോഡ്, നിന്റെ കാരുണ്യത്തിന്റെ നിറകുടമായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രഖ്യാപനമാ. റോഡിനോടുള്ള കടമകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി എണ്ണി പറഞ്ഞു. കഫുൽ അദാ, റോഡിലുള്ള ഗട്ടറുകൾ നികത്തി കൊടുക്കണമേ, റോഡിലുള്ള തടസ്സങ്ങൾ മാറ്റി കൊടുക്കണമേ, റോഡിൽ കിടക്കുന്ന കല്ലുകളും മുല്ലുകളും തടിക്കഷണങ്ങളും മരക്കട്ടകളും കഷണങ്ങളും മാറ്റിക്കൊടുക്കണമേ. യാത്രക്കാർക്കും വാഹനത്തിനും ഗതാഗത യോഗ്യമായ നിലയിൽ റോഡുകൾ നിങ്ങൾ ആക്കി തീർക്കണമേ. മാർഗ തടസ്സം സൃഷ്ടിക്കല്ലേ. നബിയുനാ റസൂലുള്ളാഹി. നബിയുടെ വാക്കാണോ? നബിയുടെ വാക്കാണിത്. നബിയുടെ വാക്കിനെ സ്വീകരിക്കുവോ നാടിന്റെ കാര്യങ്ങൾ അംഗീകരിക്കും. നമ്മൾ തീരുമാനിക്കും. എത്രയെത്ര കുണ്ടുകളും കുഴികളുമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. എത്ര ചെറുപ്പക്കാരെ തയ്യാറായി ആ കുഴികൾ നികത്തിയിട്ടുണ്ട്. ഈ വിനീതൻ 7, 8, 9, 10 മാസമായി ഈ കാസർഗോഡിന്റെ പരിസരത്തോട് നടക്കുന്നു. അന്ന് കണ്ട കുഴി ഇപ്പോഴും അതേപോലെ ഉണ്ട്. അന്ന് റോഡിന്റെ നടുക്ക് കണ്ട കുഴി ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കൂലെങ്കിൽ പോട്ടെ, നമ്മൾ കുറെ ചെറുപ്പക്കാർ തീരുമാനിക്കും സദക്കയാണ്, സദക്ക, ഫ്രീ ആയിട്ട് കിട്ടുന്ന സദക്ക. ഒരു പെട്ടിയോട്ടയിൽ കുറച്ച് മണ്ണ് കയറ്റിയിട്ട് ആ കുഴികൾ ഇങ്ങനെ ഞങ്ങൾ നികത്തി കൊടുക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ചെറുപ്പക്കാർ ചെയ്യാറുണ്ട്. സദക്കയാണ്. ഗവൺമെന്റിന് ഇപ്പൊ നമ്മളെ തിരക്കാൻ ഇവിടെ സമയം, അവർ തമ്മിലൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഇവിടെ നോക്കാൻ ഇപ്പൊ അവർക്കൂടെ സമയം. പക്ഷെ റോഡിൽ ഗവൺമെന്റിന്റെ വണ്ടിക്കാ കുഴപ്പം. അതിന്റെ ഡിസ്കാ പോവുക, അതിന്റെ ഷോക്ക് അപ്സറാ പോവുക, അതിന്റെ ടയറിനെ പറ്റി പോയാൽ അവർക്കും വല്ല പ്രശ്നം വല്ല ഉണ്ടാവും. നമ്മൾ ആ പാട് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 40,000 റുപ്യ വെച്ചിട്ട് ഒരു ബൈക്ക് വാങ്ങിയിട്ട് പെണ്ണും പിള്ളയും കൊണ്ട് അതിനകത്ത് ഹോസ്പിറ്റലിൽ പുതിയ ബൈക്കാന്നല്ലെന്ന് പറഞ്ഞ് ഓടിപ്പോയി കയറുന്ന 6 അടി മണ്ണിനകത്തോട്ട് കൊടുക്കുമെന്ന് വീടും. അവളുടെ ഉള്ള ഡിസ്കും പോയി, വണ്ടിയുടെ ഡിസ്കും പോയി. 2 ബൈക്കിന്റെ പൈസ അവക്ക് പിന്നെ ആശുപത്രി ചെലവാക്കണം. ആർക്കാ നഷ്ടം? മുഖ്യമന്ത്രികൾ നഷ്ടം വന്നോ? MLA ക്ക് നഷ്ടം വന്നോ? MP ക്ക് നഷ്ടം വന്നോ? ആർക്കാ നഷ്ടം? എന്റെ പെണ്ണും പിള്ളയുടെ ഡിസ്ക് പോയി, എനിക്ക് തന്നെ നഷ്ടം. പിന്നെ വല്ല ഫായിദ ഉണ്ടോ? മാഫി ഫായിദ തീർന്നു പോയി. ഒരൊറ്റ കുഴി വീണോടുകൂടി ഉള്ള ഫായിദായും പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. അതിനെന്താ പരിഹാരം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഫുല്ലദാ, റോഡിന്റെ കുഴികൾ നിങ്ങൾ നികത്തേണമേ. ഞാനിങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചു, എത്രയെത്ര ചെറുപ്പക്കാർ ദീനിന്റെ ദഅവത്തിന് വേണ്ടി, ഇതേപോലുള്ള പരിപാടികൾക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എത്രയെത്ര ചെറുപ്പക്കാർ കഷ്ടപ്പെടുന്നു, പാടുപെടുന്നു. എത്രയെത്ര ചെറുപ്പക്കാർ ബൈക്കിലൂടെ സഞ്ചരിക്കുന്നു. എത്രയെത്ര നല്ല നല്ല ചെറുപ്പക്കാർ. ഇവരാർക്കും തന്നെ ഇവിടെ മനസ്സിൽ ഉദിക്കുന്നില്ലല്ലോ. ഒരു കൊട്ട മണ്ണെടുത്ത്, ഒരു ചട്ടി മണ്ണെടുത്ത് ആ കുഴിയൊന്ന് നികത്തണമെന്ന് ആരും തീരുമാനിക്കുന്നില്ലല്ലോ. ഇന്നേവരെ കണ്ടിട്ടില്ല. ഇത്ര സമ്പത്തുള്ളവരുണ്ട്. നമുക്ക് തന്നെ ഒരു ടിപ്പർ ലോറിയിൽ ഒരു ലോറി മണ്ണെടുത്ത് ഓരോ കുഴിയിലും കുറച്ച് കൊണ്ടിട്ടാൽ അടുത്ത ബസ് കയറുമ്പോൾ അതങ്ങ് നികർന്നു പോകും. സദക്കയാണ്, സദക്കയാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സദക്കയാണ്. നാളെ ഒരുപക്ഷെ ആഖിറത്തിൽ ഈ ഒരു നന്മയുടെ പേരിൽ എത്രയെത്ര ജനങ്ങൾ നടന്നു പോകുന്നതിന് റോഡ് സൗകര്യം ഒരുക്കി കൊടുത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിനക്ക് ചിലപ്പോ അള്ളാഹു തആല ഉയർന്നു നിറച്ചത് അറിയാൻ പറ്റൂല. ചെറിയ നന്മയുടെ പേരിൽ. ഒരു ചരിത്രത്തിൽ കാണാം, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുനാജാത്തിൽ, മുനാഖബയില്, നിങ്ങൾ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കണ്ടു, അവിടുത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് സ്വർഗത്തിൽ കയറിയത്, അദ്ദേഹം മുനാഖബയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാന് എഴുതിക്കൊണ്ടിരിക്കുമ്പോ, കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ, അന്ന് മഷിയൊക്കെ മുക്കയിട്ട് എഴുതുന്ന കാലഘട്ടമാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മഷിത്തുമ്പത്ത്, പേനയുടെ തുമ്പത്ത് ഒരു കൊതുക് വന്നിരുന്നു. അങ്ങനെ അത് കുടിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ എഴുത്ത് നിർത്തിയിട്ട് അങ്ങനെ തന്നെ അത് കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതിങ്ങനെ കുടിച്ചിട്ട് അത് പറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ സ്വർഗത്തിൽ കയറുന്നത്. എത്ര വലിയ പണ്ഡിതൻ, എത്ര വലിയ സൂഫി, എത്ര ആയിരം കിതാബ് വിളിച്ച മഹാനായ മനുഷ്യനാണ് ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹം ചെറിയ ഒരാളായി. എത്ര കൊതുവിനെ കൊന്നതിന്റെ പേര് നമ്മളൊക്കെ നാളെ അറസ്റ്റ് ചെയ്ത് അവിടെ ആഖിറത്തിൽ പിടിച്ചെടുത്തപ്പോൾ എത്ര എണ്ണത്തിനെ നമ്മൾ കൊല്ലുന്നത്? പിടിച്ചെടുത്തപ്പോഴും എന്താ ചെയ്യാ? ശല്യം സഹിക്കവയ്യ എന്ന് പറഞ്ഞ പോലെ റോഡിനോടുള്ള ഹക്കുകൾ നിറവേറ്റി. ആ കുഴികളൊക്കെ നികത്തിക്കൂടെ. എത്ര സംഘാടകർ കാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നു. ആ കാരുണ്യ പ്രവർത്തനം അതും ഒരു കാരുണ്യമാണ്. അത് ചെയ്തു കൊടുക്കണം, മാതൃക കാണിച്ചു കൊടുക്കണം.
മതപ്രസംഗത്തിന് മാത്രമല്ല ഇവിടെ ഇങ്ങനെ റിബണും തൂക്കിയിട്ട് നടക്കേണ്ടത്. റോഡ് ക്ലീൻ ചെയ്യുമ്പോഴും ആ റിബൺ തൂക്കിയിട്ടിട്ട് നിങ്ങളിങ്ങനെ ആ കുഴികളൊക്കെ നികത്തി കൊടുക്കണം. മാതൃകയാണ്. മുസ്ലിമീങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ റോഡിനോടുള്ള ഹക്കുകൾ ഞങ്ങൾ നിറവേറ്റുന്നു. കഫുല്ലദാ നബിതങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഡിസംബർ 6 അങ്ങനെ ചെയ്തു കൊടുക്കും. ഡിസംബർ 6 അങ്ങനെ കാണിച്ചുകൊടു. റോഡിലെ കുഴികളൊക്കെ നികത്തി അൽഹംദുലില്ലാഹ് ഗതാഗത യോഗ്യമാക്കിക്കൊടു. കഫുല്ലദാ വറദ്ദുസ്സലാം റോഡിലൂടെ പോകുന്നവർക്ക് സലാം പറയണേ, അവർ സലാം പറഞ്ഞാൽ മടക്കണേ. വഗദ്ദുൽ ബസർ കണ്ണുകളെ സൂക്ഷിക്കണേ. റോഡിലിരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത്. വഗദ്ദുൽ ബസർ കണ്ണുകളെ സൂക്ഷിക്കണേ. എങ്കിൽ നിങ്ങൾ ആ റോഡിൽ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ ഇരിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാനും അനുസരിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കുട്ടികള്, ഇനി നമുക്ക് ഒരു ഹദീസും കൂടെ, വലിയൊരു ഹദീസ് ചർച്ച ചെയ്യാറുണ്ട്. നാളെ നമ്മുടെ മരണപ്പെട്ടു പോയ കുട്ടികൾ, അവരുടെ അവസ്ഥ എന്താണ്? എത്രയോ മാതാപിതാക്കളുടെ കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചുപോലോ. ബാല്യകാവുന്നതിന് മുമ്പ്, പ്രായപൂർത്തിയത്തിന് മുമ്പ് മരിച്ചു പോകും. അപ്പൊ ആ കുട്ടിക്ക് നാളെ എന്താ സ്ഥാനം? നമുക്ക് ആ കുട്ടിയെ കിട്ടുമോ? നമുക്ക് ആ കുട്ടിയോട് എങ്ങനെയായിരിക്കണം? ആ കുട്ടി നമ്മളെ നാളെ എങ്ങനെ അറിയും? എങ്ങനെ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആ വിഷയം നമുക്ക് നാളെ 7:30 തന്നെ നമുക്കിവിടെ തുടങ്ങാം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അതിനുവേണ്ടി തയ്യാറാകണം. എന്ന് മാതാപിതാക്കളും മക്കളെ കുറിച്ച് പറഞ്ഞ മക്കളുടെ കുറെ വിഷയങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നോക്കട്ടെ, നാളെ അതിനെ കൂടെ ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ഒരു കാരുണ്യത്തിന്റെ പ്രവർത്തനം ഒരു നിയത്ത് ചെയ്തിട്ട്, സഹോദരിമാരെ, സഹോദരങ്ങളെ, നാളെ ഈ പരിപാടിയുടെ പര്യവസാനമാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സ്വതക്കകൾ ഇൻഷാ അല്ലാഹ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നിയത്ത് ചെയ്യണം. അത് നാളെ നമ്മുടെ ദുആയുടെ സദസ്സാണ്. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യുന്നതിനോടൊപ്പം ദുആയ്ക്ക് മുമ്പ് നിങ്ങളോട് ചോദിക്കും, എല്ലാവരാലും കഴിയുന്ന 1000 രൂപ, 2000 രൂപയോ നിയത്ത് ചെയ്ത് 10, 50 പേര്, 20 പേര് ഇവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇൻഷാ അല്ലാഹ് ചെയ്യണം. അത് ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടിയാണ് ആ ഒരു നിയത്ത്. അല്ലാഹു അത് ഖബൂലാക്കി തരട്ടെ.